നമസ്കാരം, എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ആരാ പറഞ്ഞത് പ്രസവം സുഖമാണെന്ന് പലപ്പോഴും നമ്മൾ കേൾക്കുന്ന ഒരു വാർത്തയാണ് അല്ലേ. പ്രസവം വളരെ സുഖം, അവൾ പ്രസവിച്ചു, എന്താ സുഖപ്രസവം, സുഖപ്രസവമായിരുന്നില്ലേ. ഞാൻ ഈ സുഖപ്രസവവും അതുപോലെ ഓപ്പറേഷനും കഴിഞ്ഞ ഒരാളായിരുന്നു ഞാൻ. അതായത് രണ്ട് രീതിക്കും കുഞ്ഞിനെ പുറത്തെടുത്തിട്ടുണ്ട് എൻ്റെ ശരീരത്തിൽ നിന്ന്. ഇത് സുഖമാണെന്ന് പറഞ്ഞപ്പോൾ എന്നോട് പലരും ചോദിക്കും എങ്ങനെ പ്രസവിച്ച് സുഖപ്രസവമാണ്. ഞാൻ പറഞ്ഞു പ്രസവിച്ചോ ഇല്ലയോ, സുഖമാണോ സുഖമല്ലേ എന്ന് തീരുമാനിക്കുന്നത് നമ്മളാണ്. നമുക്കല്ലേ അറിയുള്ളൂ എത്ര സുഖം ഉണ്ട് എന്നുള്ളത്. പലപ്പോഴും ഞാൻ നാളെ കുട്ടികളെ നിങ്ങളെയൊന്നും ആ രീതിക്ക് പറയല്ല കേട്ടോ. ഞാൻ പ്രസവിക്കാൻ പോകുന്നവരെ ഭീതിപ്പെടുത്തി അതൊന്നുമല്ല. പിന്നെ ഈ മറ്റുള്ളവർ ഇത് കഴിഞ്ഞാൽ ചോദിക്കുന്ന ആ ഒരു ചോദ്യം സുഖമായിട്ടുള്ള പ്രസവമായിരുന്നു, അത് വലിയതൊന്നുമില്ല, അങ്ങനെ പറയുന്ന ഒരുപാട് പേരുണ്ട്. അവർക്ക് വേണ്ടി പറയാണ് അത്ര സുഖമുള്ള ഏർപ്പാടൊന്നല്ല. കാരണം നമ്മളെ ശരീരത്തിൽ ഒരു എല്ല് പൊട്ടിക്കഴിഞ്ഞാലുള്ള വേദന എത്ര എപ്പോഴുണ്ടാവും? ചില്ലറ വേദനയൊന്നും അല്ലല്ലേ, കുറച്ച് സമയത്തേക്ക് ഉണ്ടാവും. പ്രത്യേകിച്ച് എല്ലിനൊക്കെ പൊട്ട് വീണാൽ അവിടെ ഒരു വീക്കം വരും, പിന്നെ കുത്തിക്കടച്ചിൽ വരും, വേദന വരും. ഇതുകൊണ്ട് നമ്മൾ കുറച്ച് കാലം ജീവിക്കും. അതുപോലെ 20ഓളം എല്ലുകൾ ശരീരത്തിൽ വലുതും ചെറുതുമായിട്ട് പൊട്ടി വലിയ അതൊക്കെ അടുത്ത മൊമെൻറ്റിൽ സംഭവിക്കുന്ന കേട്ടോ. ആ കുഞ്ഞ് പുറത്ത് വരുന്ന സമയത്ത് ഉണ്ടാവുന്നതാണ്. പൊട്ടി ആ ഒരു കുഞ്ഞ് പുറത്ത് വന്നു കഴിഞ്ഞാൽ സത്യം പറയണേ അവിടെ ഒരു സുഖമുണ്ട്. ഈ കുഞ്ഞ് പുറത്ത് വന്ന് അങ്ങോട്ട് കഴിഞ്ഞാൽ മനസ്സും ശരീരവും ലോകം മുഴുവനും സന്തോഷം. അത് അത്രമാത്രം ലോകത്ത് നമ്മൾ എന്തൊക്കെയോ പിടിച്ചടക്കിയ ഒരു സന്തോഷമൊക്കെ തോന്നും. അതാണ് ആ സുഖം. അതിപ്പോൾ ഓപ്പറേഷൻ ആണെങ്കിലും ആ സുഖം തന്നെയാണ്, അതുപോലെ തന്നെ പ്രസവമാണെങ്കിലും ആ സുഖം തന്നെയാണ്, അത് നോർമൽ ഡെലിവറി ആണെങ്കിലും അതേ സുഖം തന്നെയാണ് കേട്ടോ. ഇനി ആരെങ്കിലും അങ്ങനെ പറയുന്നവരോടാണ് ഞാൻ പറഞ്ഞത് അത്ര സുഖമുള്ള ഏർപ്പാടൊന്നുമല്ല. നമ്മൾ സുഖം എന്ന് പറയുമ്പോൾ ഈ അനുഭവിച്ചവർക്ക് അറിയാം അത്ര സുഖമുള്ള ഏർപ്പെടുന്നത്. ഇവർക്ക് എവിടെ നിന്ന് സുഖപ്രസവം എന്നുള്ള പേര് കിട്ടിയത്? ഓക്കെ, അപ്പം അങ്ങനെ ഒരു വിഷയമുണ്ട്. പിന്നെ അതുപോലെ തന്നെ പ്രസവത്തിൻ്റെ വിഷയം എന്ന് പറഞ്ഞാൽ പ്രസവം ആ സമയം നമ്മൾ ഓപ്പറേഷൻ ചെയ്യുന്ന സമയത്ത് നമ്മുടെ നട്ടലിനൊരു കുത്ത് എൻ്റെ തലേന്ന് ഇടിമിന്നൽ പോലെ ടകയാന്ന് എന്തോ പൊട്ടുന്ന പോലെ എനിക്ക് തോന്നിയത്. ഓരോരുത്തർക്കും ഓരോ എക്സ്പീരിയൻസ് ആവട്ടോ. അതുപോലെ തന്നെ കാലിൻ്റെ തുമ്പത്ത് നിന്ന് എന്തോന്ന് കയറിപ്പോയൊരവസ്ഥ. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പ്രത്യേകിച്ച് ഒന്നും അറിയില്ല. നമ്മുടെ ശരീരത്തിൽ നമ്മൾ ഏകദേശം 7ഓളം ലെയർ കയറി നമ്മൾ ആ കുഞ്ഞിനെ കൂടെ എടുത്ത് അതുപോലെ തന്നെ തുന്നിക്കെട്ടി സെറ്റാക്കി ആ സമയം വരെ നമ്മളൊന്നും അറിയുന്നില്ല. പിന്നെ ICUവിൽ കഴിഞ്ഞ് ഒരു 8-9 മണിക്കൂർ നമ്മൾ ICUവിലുണ്ട് അല്ലേ. അപ്പോൾ ആ ICUവിൽ ഇട്ട് കഴിയുന്ന സമയത്ത് ഇത് അത്രയും സുഖമാണ് അല്ലെങ്കിൽ സുന്ദരമാണെന്നൊക്കെ പറയുന്നവരോട് ഇതൊക്കെ കുറച്ച് പ്രയാസമുണ്ട് അല്ലെങ്കിൽ ഇതിനൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അവരെ എത്രത്തോളം കെയർ ചെയ്യേണ്ടതുണ്ട് എന്നത് ഒരു ഇൻഫർമേഷൻ ആക്കി പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇതൊന്നും ആരും നെഗറ്റീവായിട്ടിരിക്കുന്നത്, വളരെ പോസിറ്റീവായിട്ട് എടുക്കുക. അപ്പോൾ ആ ഒരു ഡെലിവറിക്ക് തയ്യാറെടുക്കുന്ന സമയം മുതൽ അല്ലെങ്കിൽ ഒരമ്മയാവാൻ തയ്യാറെടുക്കുന്നത് മുതൽ പ്രസവം വരെയുള്ള സമയം വളരെ ക്രിട്ടിക്കലാണ്. എന്ന് വെച്ചാൽ നമുക്ക് അത്രത്തോളം ശ്രദ്ധിക്കണം. ശരിയാണ്, വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തവർ ഓടിച്ചാടി നടക്കുക, അങ്ങനെയൊക്കെ നടക്കണം. അല്ലാണ്ട് ഇങ്ങനെ അങ്ങോട്ട് ഓവർ അഭിനയിച്ച് അങ്ങനെയല്ല. പറ്റാവുന്ന കുഞ്ഞു ജോലികളൊക്കെ ചെയ്യും. അത് വെച്ച് വലിയ ജോലികളൊന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അതൊക്കെ നമ്മുടെ കുഞ്ഞിനെ നെഗറ്റീവായിട്ട് ബാധിക്കും. ചെറിയ കാര്യങ്ങൾ മാത്രം ചെയ്താൽ മതി. സേഫായിട്ട് തന്നെ ഓരോ കാര്യങ്ങളും ചെയ്യുക. ആരെങ്കിലും പറഞ്ഞു കേട്ടിട്ട് ഞാൻ അത് ചെയ്തിരുന്നു, ഞാൻ ഇത് ചെയ്തിരുന്നു, ഞാൻ വെള്ളം കുഞ്ഞ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യേണ്ട. നമുക്ക് കംഫർട്ടെന്ന് തോന്നുന്ന, കുഞ്ഞിന് സേഫെന്ന് തോന്നുന്ന കാര്യങ്ങൾ മാത്രം ചെയ്യുക. അല്ലാണ്ട് ആര് പറഞ്ഞത് നിങ്ങൾ കേൾക്കണ്ട. ബിക്കോസ് നമുക്ക് ഈ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും ഇതിൻ്റെ ഭാഗമായിട്ട് പുറത്ത് വരുമ്പോൾ സംഭവിച്ചു കഴിഞ്ഞാൽ ഇവരാരും ഉണ്ടാവില്ല. നമുക്ക് നമ്മളെ കുഞ്ഞ് കറുത്തിട്ടായാലും വെളുത്തിട്ടാണെങ്കിലും ഒന്നും പ്രശ്നമില്ല. കംപ്ലീറ്റ്ലി ഓക്കെ ആയ നമുക്കൊരു കുഞ്ഞിനെയാണ് നമുക്ക് കിട്ടേണ്ടത്. അതെങ്ങനെയെങ്കിലും ജീവിച്ചോളും. അത് അല്ലാണ്ട് നമ്മൾ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ മറ്റുള്ളവർ പറഞ്ഞത് കേട്ട് നമ്മൾ ഓരോന്നും ചെയ്ത് കഴിഞ്ഞാൽ ആഫ്റ്റർ ഈ കുഞ്ഞിനെയും കൊണ്ട് നമ്മൾ എത്ര കാലം ജീവിക്കണം? പിന്നെ നമ്മളെ മരണശേഷം നമ്മൾ എന്തായിരിക്കും? അങ്ങനെ ഇങ്ങനെ ഒരുപാട് ഓവർ തിങ്കിങ് ആയിരിക്കും. ഈ പോസ്റ്റ്മോർട്ടം പ്രഗ്നൻസി എന്ന് പറഞ്ഞാൽ തന്നെ ഒത്തിരി നമ്മളെ വല്ലാത്തൊരു അവസ്ഥയിൽ കൊണ്ടെത്തിക്കും. അതിൻ്റെ കൂടെ ഇങ്ങനൊരു അവസ്ഥയിലേക്ക് ആരും പോകുന്നത്. വളരെ സേഫായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുക. ആരും അറിവും നിങ്ങൾ കേൾക്കരുത്. ഈ കാര്യത്തിൽ ഡോക്ടർ പറയുന്നതും അതുപോലെ നിങ്ങൾക്ക് സേഫായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യുക. അപ്പോൾ ഇതൊന്നും അത്ര സുഖമുള്ള പരിപാടിയല്ല. ഇത് ആയിരിക്കും സുഖമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരോട് പറയാൻ അത്ര സുഖമൊന്നുമില്ല. അതിപ്പോൾ ഏകദേശം നമുക്ക് ചിന്തിച്ചാൽ, അതായത് ഏകദേശം ബുദ്ധിയും ബോധമുള്ള ഒരാൾക്ക് ചിന്തിച്ചാൽ മനസ്സിലാവും ഇതിൻ്റെ അവസ്ഥകളൊക്കെ എങ്ങനെയാണെന്ന് അല്ലേ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ആരെങ്കിലൊക്കെ നിങ്ങളൊക്കെ കുറ്റപ്പെടുന്നതുണ്ടാവും.
ആരെങ്കിലും സുഖമാണെന്ന് പറഞ്ഞിട്ട് അതെടുത്തൂട് ഇതെടുത്തൂട് മറ്റതെടുത്തൂട് പണിയെടുത്തൂട് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ വിളിക്കൂ. കാരണം ഞാനൊരു പരിഹാരം ഉണ്ടാക്കി തരാം. കാരണം അതൊന്നും അല്ല കേട്ടോ. അവരോട് വളരെ കെയറായിട്ട് സംസാരിക്കുക, വളരെ സ്നേഹമായിട്ടിരിക്കുക. നമ്മളെ കുഞ്ഞ് പുറത്ത് വരുന്നവരെ അതല്ലേ നമ്മുടെ സന്തോഷം. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. അപ്പോൾ ഇന്നത്തെ ദിവസം ഇത്രയൊക്കെ പറയാനുള്ളൂ. അടുത്തൊരു വീഡിയോ ആയി കാണും വരെ ബൈ.